ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കറിച്ചിട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നല്ലൊരു അടിപൊളി ചക്കപ്പഴം കൊണ്ടൊരു ബജ്ജി ഉണ്ടാക്കാം. അടിപൊളിയായിരിക്കും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംഭവമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ കുറച്ച് ചക്കപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് 2 തരം ചക്കപ്പഴമാണ് എടുത്തിട്ടുള്ളത്. 2 തരം അവൈലബിൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് 2 എടുത്തത്. അപ്പോൾ കുറച്ച് അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് കുറച്ച് ഐറ്റംസ് വേണം, ഇൻഗ്രീഡിയൻസ്. അത് എല്ലാം ഞാൻ ഒന്ന് എടുത്ത് വയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ്, ഏതൊക്കെ എങ്ങനെ ചേർക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് തേങ്ങയുണ്ട്, കുറച്ച് റവയുണ്ട്, കുറച്ച് മൈദ, അരിപ്പൊടി, വെല്ലം, പിന്നെ എള്ള്, പഞ്ചസാര, തേങ്ങ, ചക്കപ്പഴം, ഏലക്ക, അങ്ങനെ കുറച്ച് ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം നമ്മളൊരു മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമേ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ പൊടിച്ച വെല്ലം കുറച്ച് ഇട്ട് കൊടുക്കാം. ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ ഇതൊന്ന് മെൽറ്റായിട്ട് ഇതുപോലെ പതഞ്ഞ് വരും. അപ്പോൾ നമ്മൾ ഇത് എടുത്തിട്ടൊന്ന് അരിച്ചൊക്കെ എടുക്കണം. ഇതിൽ വേറെ എന്തെങ്കിലും പൊടിയോ കരട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയറായി കിട്ടാൻ വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള തരിയൊക്കെ നമുക്ക് മാറിക്കിട്ടും. നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കാം. അരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് അതേ ചട്ടിയിലേക്ക് തന്നെ ഒഴിക്കാം. ഇത് നന്നായിട്ട് അരിച്ചെടുത്തതാണിപ്പം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചിരണ്ടി വെച്ച തേങ്ങ ഒരല്പം ചേർക്കുക, 1 കപ്പോളം. നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നല്ല രുചി ഉണ്ടാവും ഇത് കഴിക്കാൻ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചിട്ടതാണ്, അതും കൂടെ ചേർക്കാം. അല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ഇതുണ്ടോ, കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പതുക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നല്ല ചൂടുണ്ട്. ഇത് ഒരല്പം ചെറുതായിട്ട് ചൂടാറുന്നുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാം. നമുക്ക് ഒരല്പം ചൂടാറി കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഉണ്ട വലിപ്പത്തിന് എടുത്തിട്ട് ഇതിനകത്ത് വെച്ച് ഇതുപോലെ ഫില്ല് ചെയ്യാം. ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കണം. നമ്മളെടുത്ത് വെച്ച എല്ലാ ചക്കപ്പഴത്തിലും നമ്മളിത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നടുവ് എന്ന് കീറിയിട്ട് അകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കണം. കണ്ടോ, ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടിക്ക് പോവാം. ഒരു ചട്ടിക്കകത്ത് നമ്മൾ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരല്പം 1 ടേബിൾ സ്പൂണോളം മൈദയും കൂടെ ചേർക്കുകയാണ് ഇതിൽ.
അതുപോലെ തന്നെ നമുക്ക് കുറച്ച് റവ, നല്ല നൈസായിട്ടുള്ള റവ ഉണ്ടല്ലോ, അതും കൂടെ ചേർക്കുക. ഒരല്പം പഞ്ചസാരയും കൂടെ ചേർക്കുക. ഇനി എള്ള്, വെളുത്ത എള്ളും കൂടെ കുറച്ച് ചേർക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി. കളർ വേണമെങ്കിൽ ഒരു ലേശം കളർ ചേർക്കുകയാണ്, ചേർക്കാതിരുന്നാലും കൊള്ളാം. രണ്ടല്പം വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മാവ് പരുവത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ച ഇത് ചക്കപ്പഴം എടുത്ത് ഈ മാവിലേക്ക് മുക്കി ഇതുപോലെ എണ്ണയിലിട്ട് കൊടുക്കാം. ഇതുപോലെ എണ്ണയിലിട്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല രീതിയിൽ രണ്ട് വശത്തും ഫ്രൈ ആയിട്ട് നമുക്ക് ഇതിനെ എടുത്ത് മാറ്റാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ്. അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, സൂപ്പർ സാധനം. കുറേ നേരം ഡീപ്പ് ഫ്രൈ ആക്കണമെന്നില്ല. ഏകദേശം നമുക്ക് ഈ മുകളിലത്തെ മാവൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അത്രയ്ക്കുള്ള സമയം എടുക്കുകയുള്ളൂ. ഏകദേശം 1 മിനിറ്റ് ഓളം സമയം എടുക്കുകയുള്ളൂ. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ ചക്കപ്പഴവും നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ചും കൂടെ വേണമെങ്കിൽ എള്ളും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് ചായയുടെ കൂടെയൊക്കെ കാപ്പിയുടെ കൂടെയൊക്കെ കുടിക്കാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചെറിയൊരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.